ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തൃശൂർ മുളങ്ങുന്നത്കാവിൽ വൻ തീപിടുത്തം. സ്പെയർ പാർട്സ് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ഒരാൾ മരിച്ചു എന്ന വിവരം വരുന്നു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, വലിയ തോതിലുള്ള തീപിടുത്തമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തോന്നുന്നു. ഈ മരിച്ച ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? കൂടുതൽ ആളുകൾ ഇതിനുള്ളിൽ പെട്ടിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരിൽ 2 പേർ ആ സമയത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി. പക്ഷേ ഈ മൂന്നാമത്തെ മരിച്ച പാലക്കാട് സ്വദേശിയായ നിതിൻ, ഈ വ്യക്തി വെള്ളം എടുക്കുന്നതിന് വേണ്ടി നിതിൻ മറ്റൊരു റൂമിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീ പടർന്ന ഇത് ആദ്യഘട്ടത്തിൽ നിതിൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഇതിനകത്ത് കുടുങ്ങിയത്. പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് വലിയ തോതിൽ ഈ തീ ആളി പടരുകയാണ് ഉണ്ടായത്. സ്പെയർ പാർട്സ് ഗോഡൌൺ ആണ് ഇത്. ഈ 3 പേരിൽ മരിച്ച നിബിൻ അവിടുത്തെ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. ഇന്ന് ഏകദേശം 7:30 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആദ്യം എത്തി. പക്ഷേ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ തൃശ്ശൂരിൽ നിന്നും എത്തിയതിന് പുറമെ തന്നെ വടക്കാഞ്ചേരിയിൽ നിന്നും കൂടാതെ പുതുക്കാട് നിന്നും കുന്നംകുളത്ത് നിന്നും ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഏകദേശം 8 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാനായി കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. വലിയ തോതിൽ തീ ആളി പടർന്നതാണ് ഇയാളുടെ മരണത്തിലേക്ക് കാരണം ആയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ വൈകുന്നേരം തീ പടർന്ന സമയത്ത് വലിയ തോതിൽ തീ ആളി പടരുകയാണ് ഉണ്ടായത്. തൊട്ടടുത്ത നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇത് കണ്ട് ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരെയും ഉൾപ്പെടെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തി. വലിയ തോതിൽ ഈ പ്രദേശത്ത് ആകെമാനം പുകപടലങ്ങൾ ഉണ്ടാവുകയും തീപിടുത്തം ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. ഈ മുളങ്ങുന്നത്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പെയർ പാർട്സ് ഗോഡൌൺ ആണ് ഇത്. ഇതിനകത്ത് ഒരുപാട് ഈ വാഹനങ്ങളുടെ മോട്ടോർ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഉണ്ട്. ഗോഡൌണിൽ 7:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഓട്ടോയിറ്റി എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത്. ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ആള് ഒരു തൊഴിലാളിയാണ്. ഇപ്പോൾ നിബിനെ അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നോ, അതോ എങ്ങനെയെങ്കിലും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെങ്കിലും കഴിഞ്ഞോ? ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം മരണം സംഭവിച്ചതിന് ശേഷമാണ് ഈ കെട്ടിടത്തിനകത്ത് നിന്നും പുറത്തേക്ക് എത്തിക്കാനായി കഴിഞ്ഞത്. കാരണം ഈ തീ വലിയ തോതിൽ ആളി പടരുകയും ഈ നിബിനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിബിൻ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ ഇക്കാര്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ എത്തിയപ്പോൾ തന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആർക്കും അകത്തേക്ക് കയറാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം അത്രത്തോളം വലിയ ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആർക്കും അകത്തേക്ക് കടക്കാനായി കഴിഞ്ഞിരുന്നില്ല. ഈ തൊഴിലാളി അകത്ത് കുടുങ്ങിക്കിടന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിക്ക് ചുറ്റിലും തീ പടർന്നതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ് തൃശ്ശൂരിലെ മുളങ്ങുന്നത്കാവിൽ നിന്ന് വരുന്നത്. അവിടെ മോട്ടോർ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കടയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിബിൻ എന്ന തൊഴിലാളിയെ മരിച്ചു. അവിടുത്തെ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. നിബിൻ പെട്ടെന്ന് വെള്ളമെടുക്കാൻ മറ്റൊരു ഉള്ളിലേക്ക് പോയതിനാൽ ഈ തീ ആളിപ്പടർന്ന് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ സമയം പുറത്തുണ്ടായിരുന്ന 2 പേർ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ നിബിനെ ഇതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് അറിയുന്നത്. പിന്നാലെ ഫയർഫോഴ്സൊക്കെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിബിനെ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചതായിട്ടുമാണ് അറിയുന്നത്. ലിഷോയ്, ഇപ്പോൾ എത്ര യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്? അല്പസമയത്തിനകം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണോ അഗ്നിശമന സേനാ വിഭാഗം പറയുന്നത്? തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു രീതിക്ക് തീ ആളി പടരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റു കടകളോ അങ്ങനെ തീ പിടിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടോ ലിഷോയ്? ഇല്ല, സമീപത്തേക്ക് തീ എത്താത്ത, അതായത് തീ പടരാനുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല. കാരണം മറ്റ് തൊട്ടടുത്തുള്ള ഒരു കടകളും ഒക്കെ ഉള്ള ഒരു ഇടുങ്ങിയ പ്രദേശമൊന്നുമല്ല. കാരണം ഇതൊരു മുളങ്ങുന്നത്കാവ്
മെഡിക്കൽ കോളേജിൽ നിന്ന് ആ പരിസരത്തൊക്കെ ആയുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് അല്പം ദൂരെയാണ്, പക്ഷേ എങ്കിൽ പോലും വലിയ കടകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും തന്നെ തൊട്ടടുത്തൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തീ പടരാനുള്ള ഒരു സാധ്യതയില്ല. ജനവാസ മേഖലയൊന്നും തന്നെയല്ല, അതായത് ആളുകൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ അതേസമയം തന്നെ സ്വാഭാവികമായും വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടാനുള്ള കാരണം ഈ ഓയിൽ ഉൾപ്പെടെയുള്ള ഈ സ്പെയർ പാർട്സ് ഉപകരണങ്ങളും അതിനോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഗോഡൌൺ ആയതിനാൽ തന്നെയാണ്. 2 വീലറിന്റെ സ്പെയർ പാർട്സ് ഗോഡൌൺ ആണ് ഇത്. ആ ഗോഡൌണിനുള്ളിൽ കുടുങ്ങിക്കിടന്നാണ് ഒരു തൊഴിലാളി മരിച്ചത്. പക്ഷേ ഈ പാലക്കാട് സ്വദേശി ആണ് ഈ മരിച്ച നിബിൻ എന്ന് പറയുന്ന തൊഴിലാളി. ഈ 3 പേരാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് തീ പടർന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടിൽ ആകാം ഈ ഇതിന് കാരണമെന്നും പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തണമെന്നാണ് ഫയർഫോഴ്സ്. ഗോഡൌൺ മാത്രമാണോ അതോ മറ്റ് വർക്ക്ഷോപ്പ് മറ്റ് ജോലികൾ അങ്ങനെ എന്തെങ്കിലും അവിടെ നടക്കുന്നതാണോ? ഇപ്പൊ ഈ 7:30 സമയം എന്ന് പറയുമ്പോൾ തൊഴിലാളികളൊക്കെ സാധാരണഗതിയിൽ പൂട്ടിപ്പോകേണ്ട ഒരു സമയം കൂടി ആയതല്ലേ? ഇത് അവിടെ മറ്റ് ജോലികളൊന്നും നടക്കുന്ന സ്ഥലമല്ല. പക്ഷേ അവിടെ കൂടുതൽ തൊഴിലാളികൾ ഉള്ളതാണ്. പക്ഷേ ആ സമയത്ത് ഈ അടയ്ക്കുന്ന, അതായത് വൈകുന്നേരം 7:30 ആ ഒരു സമയമായതിനാൽ തന്നെ എല്ലാവരും തിരികെ പോകുന്ന ഒരു തിരക്കിലായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. മുഴുവൻ തൊഴിലാളികളും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന 3 തൊഴിലാളികളാണ് ഈ തീപിടുത്തത്തിന്റെ സമയത്ത് ഇതിൽ അകപ്പെടുകയും 2 പേർ രക്ഷപ്പെടുകയും ഒരാൾ ഉള്ളിലെ മുറിയിൽ അകപ്പെടുകയും ചെയ്തത്. ശരി. തൃശ്ശൂരിലെ മുളങ്ങുന്നത്തുകാവിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. സ്പെയർ പാർട്സ് കട, അതിൻ്റെ ഗോഡൗൺ കത്തി നശിച്ചിരിക്കുന്നു. ഒരു മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നിബിൻ എന്ന അവിടുത്തെ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു നിബിനാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. 2 പേർ പക്ഷേ പെട്ടെന്ന് ഈ തീയാളി പടരുന്നുണ്ട്. 2 പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഫയർഫോഴ്സൊക്കെ എത്തിയപ്പോൾ ഒരാൾ അതിൽ കുടുങ്ങിയതായുള്ള വിവരം മറ്റ് തൊഴിലാളികൾ അറിയിച്ചപ്പോഴാണ്. പക്ഷേ കനത്ത തീയും പുകയുമായതിനാൽ അല്ലാതെ ആർക്കും അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അഗ്നിശമന സേനാ വിഭാഗം വേഗത്തിൽ തീയണയ്ക്കാനുള്ള ജോലികൾ തുടങ്ങിയപ്പോഴാണ് നിബിനെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ലിഷോ, ഈ രക്ഷപ്പെട്ട 2 പേർക്ക് എന്തെങ്കിലും പരിക്കുകൾ ഏറ്റിരുന്നോ? മറ്റ് ആരൊക്കെയാണ് ആദ്യം ഓടിക്കൂടുകയും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു രക്ഷാപ്രവർത്തനം ആദ്യം തുടങ്ങിയിരുന്നോ? മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ഭാഗത്ത് വലിയ തോതിലുള്ള ഒരു ഈ പുകപടലങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഏകദേശം 40ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ആ സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിൽ ചില അറ്റകുറ്റപ്പണികൾ ഈ കെട്ടിടത്തിനകത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ നടത്തിയിരുന്ന തൊഴിലാളികളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. വെൽഡിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് വേണ്ടി എത്തിയിരുന്ന തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു അനുകൂല സാഹചര്യമായാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. കാരണം വലിയ തോതിൽ തീ പടരുന്ന സാഹചര്യത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൊണ്ട് മാത്രം തീയണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ മഴ കൂടി ഒരു തീ ആളിപ്പടരുന്നതോ അല്ലെങ്കിൽ ആ തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനോ ഒരു കാരണമായി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഈ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ഇവിടെ നിന്നുള്ള പുക ശ്വസിച്ച് ശാരീരിക അസ്വസ്ഥ്യം വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലുള്ളവരും ഈ പുറത്തേക്ക് ഇറങ്ങാതെ പരമാവധി ഇരിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. കാരണം ഇത് വലിയ തോതിൽ സാധനങ്ങൾ കുന്നുകൂടിയിട്ടിരുന്ന ഒരു സ്ഥലമാണ്. അതായത് കൂടുതൽ സ്പെയർ പാർട്സ് ഉപകരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യത്തിൽ അത് വലിയ തോതിലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് പോലും ഈ പുക ശ്വസിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകാനായി. കാരണം എന്തായാലും ഈ ജോലികൾ, ചില അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നവർക്കാണ് ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്.
ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവിൽ സ്പെയർ പാർട്സ് ഗോഡൗൺ കത്തി നശിച്ചു. ഒരാളുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ തൊഴിലാളിക്കാണ്, പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വെള്ളമെടുക്കാനോ മറ്റോ ഉള്ളിലേക്ക് പോയ സമയത്താണ് തീ ആളിപ്പടർന്നത്. ഉണ്ടായിരുന്ന മറ്റു രണ്ട് പേർ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നാലെ തന്നെ ഫയർഫോഴ്സൊക്കെ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെ തൊഴിലാളികൾ പറഞ്ഞപ്പോഴാണ് ഉള്ളിൽ ഒരാൾ അകപ്പെട്ടതായുള്ള വിവരം മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ഇതിൻ്റെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ്. രാത്രി 7:30യോടെയാണ് ഈ തീപിടുത്തമുണ്ടായത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തൃശ്ശൂർ, വടക്കാഞ്ചേരി, പുതുക്കാട്, കുന്നംകുളം തുടങ്ങിയ ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്.